ടാറ്റാ. വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോൾ ഞാനും എതിർക്കൂട്ടിന് ഇങ്ങനെ പുറത്തിറങ്ങാറുണ്ട്. ഒന്നീ പാർക്കിൽ പോകും, അല്ലെങ്കിൽ നേരെ ജോമോൾ എടുത്ത്. എന്തായാലും ഇറങ്ങി നല്ല ബെസ്റ്റ് ടൈം ആയിരുന്നു. ഒടുക്കത്തെ വെയിൽ. ഞാൻ ഭയങ്കര സ്റ്റൈലായിട്ട് തൊപ്പി വെക്കുന്ന കണ്ടിട്ട് എന്റെ ഫ്രണ്ട് നന്നായി സൈക്കിൾ ഇടുന്ന ഒടുക്കത്തെ ചിരിയായിരുന്നു. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയെ കുറിച്ച് ഇപ്പൊ പറയുകയാണെങ്കിൽ സമ്മറൊക്കെ തീർന്ന് ഓട്ടമൊക്കെ തുടങ്ങി. ഇനി 2 മാസത്തിനകത്ത് ഇവിടെ ഫുൾ മഞ്ഞുകൊണ്ട് മൂടാൻ പോവുകയാണ്. ആദ്യം നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. എന്തായാലും സിഗ്നൽ മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ എനിക്ക് ഒരു ക്ഷമയില്ല. അതുകൊണ്ട് നമുക്ക് ഈ ലിഫ്റ്റ് എടുക്കാം. ലിഫ്റ്റിന്റെ കയറി പോയാണ് എതിർക്കൂട്ടൻ ഉറങ്ങിയ കാര്യം ഞാൻ അറിഞ്ഞത്. എന്തായാലും ഇനി നമുക്ക് ബ്രിഡ്ജ് ക്രോസ്. ദൂരെ കാണുന്നിടത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് താഴെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ജോമോള് താ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് ബദ്രോങ്ങിലാണ്. പഫ് ഷീറ്റ് മേടിച്ചിട്ട് വീട്ടിൽ പോയി നല്ല ചൂട് ചായയും പപ്സും ഉണ്ടാക്കി കഴിക്കാനുള്ള പ്ലാൻ. ഇത് ഞങ്ങൾ കുറെ നാളായിട്ട് ഇടാൻ തുടങ്ങിയിട്ട് ഇന്നാണ് അത് നടന്നത്. എന്തായാലും ഞങ്ങളുടെ ഓവൻ ചതിച്ച ചതിയായിരുന്നു രസം. 20 മിനിറ്റ് കൊണ്ട് നടക്കേണ്ട കാര്യം 1 മണിക്കൂർ കൊണ്ടാണ് തീർന്നത്. അങ്ങനെ നല്ല കിഡ്ലൻ പപ്സും ചായയൊക്കെ കുടിച്ചിട്ട് ജോമോളോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിറങ്ങി എന്നെ ആക്കാൻ വേണ്ടി പകുതി വഴിയായിരുന്നു ജോമോൾ വന്ന്. ഇനി ഞാൻ കളഞ്ഞു പോയാലെന്ന് പാവം വിചാരിച്ചു. അങ്ങനെ നല്ലൊരു ഈവനിങ് എന്താ അവിടെ തീർന്നു. അപ്പൊ പുതിയൊരു വിശേഷം നാളെ കാണാം. ബൈ ബൈ.